സ്റ്റുഡൻസ് മെന്റലി ഭയങ്കര ഡൗൺ ആയിരിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സപ്ലൈ എക്സാം നടന്നുകൊണ്ടിരിക്കാം. അതിന്റെ കൂടെ ഇപ്പൊ പറയുകയാണെങ്കിൽ KT യൂണിവേഴ്സിറ്റി പറയുകയാണ് ഇയർ ബാക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം 2024 കൂടിയ സിൻഡിക്കേറ്റ് പ്രകാരം ഇയർ ബാക്ക് കണ്ടിന്യൂ ചെയ്യുന്നതാണ്. അതായത് ഈ വർഷം 2025 2026 അധ്യയന വർഷത്തിൽ ഇയർ ബാക്ക് ഉണ്ടാവുന്ന പറയുന്നത് ഡൗൺ ആണ്. കാരണം ഞങ്ങൾ ലാസ്റ്റ് വെച്ചാണ് 2023 വെച്ച് 2019 സ്കീമിന്റെ ലാസ്റ്റ് വെച്ചാണ്. നിങ്ങൾക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടത്. ഞങ്ങളെ എന്താ പറയാ, ഇത് ഞങ്ങൾക്ക് ഇത് പറഞ്ഞാൽ ഭയങ്കര അൺഫെയർ ആയ തീരുമാനം. കാരണം ലാസ്റ്റ് വെച്ചാണ് ഞാൻ ഇയർ ബാക്ക് ആണെങ്കിൽ തന്നെ 2024 സ്കീം, അതായത് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ 2019 സ്കീം പഠിച്ചിട്ട് തേർഡ് ഇയർ ഫോർത്ത് ഇയർ 2024 സ്കീം പഠിക്കുന്നത്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് ഞങ്ങൾക്ക് അറിയുകയില്ല. അതേപോലെ തന്നെ വേറൊരു കാര്യം ഉള്ളത്, ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര എന്നെ സംബന്ധിച്ചിടത്തോളം അറിയാം, വീട്ടിൽ ഫിനാൻഷ്യൽ സ്ട്രഗിൾസ് ഉണ്ട്. എനിക്ക് എന്താ പറയുന്നത്, ഇയർ ബാക്ക് ഈ 5000 പരം സ്റ്റുഡൻസ് 1000 മുകളിലെ സ്റ്റുഡൻസ് ഉണ്ട്. ഇയർ ബാക്ക് ആവുന്ന ജനറൽ സ്റ്റുഡൻസ് 29 ടച്ച് ചെയ്യാൻ പറ്റാത്തത്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ എന്താ പറയുക, ഇയർ ബാക്ക് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തുടർന്ന് പഠിക്കാൻ ഞങ്ങൾക്ക് എന്നെ കൊണ്ട് സാമ്പത്തികമായിട്ട് പറ്റില്ല. എന്റെ വീട്ടിൽ എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ, സ്വന്തമായിട്ട് വീടില്ല. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നത് ഒരു ചേച്ചി ഉണ്ട്. എന്റെ ചേച്ചി പഠിക്കുന്നത് ജോലി ചെയ്തുകൊണ്ടാണ് പഠിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം എന്നിട്ട് പറയണ നഴ്സായി ജോലി ചെയ്തുകൊണ്ട് ചെയ്യണം, നഴ്സ് പഠിക്കാൻ ഭയങ്കര ചേച്ചി. അങ്ങനെയാണ് എന്റെ വീട്ടിലെ ഇഷ്യൂ. അങ്ങനെയാണ്. അപ്പോൾ ഞാനിപ്പോ തന്നെ എന്റെ +2 കഴിഞ്ഞ് 2 വർഷം ഞാൻ ജോലിക്ക് പോയി സ്ട്രഗിൾ ചെയ്തിട്ട് എന്നിട്ട് എൻട്രൻസ് ചെയ്തിട്ടാണ് ഞാൻ ഈ 2023 ബാച്ചിൽ കയറിയത്. മനസ്സിലാക്കാം എന്റെ സിറ്റുവേഷൻ അങ്ങനെയാണ്. ഇതേപോലെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അതേപോലെ ഈ ഇയർ ക്രെഡിറ്റ് ആവാൻ പറ്റാത്തതിന് കുറെ കാര്യങ്ങളുണ്ട് ഞങ്ങൾക്ക് ഇവിടെ പറയണേ. എന്നെ സംബന്ധിച്ച് ഞാൻ പറയാണ്, എന്റെ അവസ്ഥ വെച്ച് എന്റെ വീട്ടിൽ എക്സാം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുമ്പോൾ എന്റെ വീട്ടിൽ കുറെ പ്രോബ്ലംസ് ഉണ്ടാവാറുണ്ട്. ഫാമിലി പ്രോബ്ലംസ്, ഫിനാൻഷ്യൽ ഇഷ്യൂസ്, കുറെ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. അതിന്റെ പിന്നിൽ മെന്റലി ഭയങ്കര ഡൗൺ ആക്കാറുണ്ട്. അങ്ങനെ ആയിട്ട് എനിക്ക് എന്താ പറയുക, എക്സാം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റാണ്ട് എനിക്ക് സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ രീതിയിൽ ടച്ച് ചെയ്യാൻ പറ്റാതിരുന്നത്. എന്നെ ഈ കോളേജിൽ വന്നപ്പോൾ ഈ കോളേജിൽ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ പഠിക്കാനായാലും അതേപോലെ ഇപ്പോ ഞാൻ മെറിറ്റിൽ വന്ന എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ഇപ്പൊ സ്കോളർഷിപ്പ് ഉണ്ടെങ്കിൽ ഒരു ഹോസ്റ്റലിൽ നിൽക്കാൻ ഫീ കൊടുക്കേണ്ടി വരും. അതായത് എനിക്ക് സ്കോളർഷിപ്പ് ഉള്ളതല്ലേ, ഫ്രീ ആയിരുന്നു. സ്കോളർഷിപ്പിന്റെ കീഴിൽ വരുമ്പോൾ അത് കിട്ടൂല, ഹോസ്റ്റൽ ഫീ. അങ്ങനെയാണ് ഞങ്ങളുടെ കോളേജിൽ വരുന്നത്. അത്രയും കൈൻഡ് ആയിട്ട് കോളേജുള്ളത്. കോളേജ് ഓട്ടോണമസ് നോക്കിയാൽ ഇനി വരുന്ന ബാച്ച് 2024 സ്കീമിലുള്ള സ്റ്റുഡൻസ് ആണ്. അതായത് കോളേജിന്റെ ഓട്ടോണമസ്, അതായത് യൂണിവേഴ്സിറ്റിയുടെ ലാസ്റ്റ് ബാച്ച് ഞങ്ങളാണ് ഈ കോളേജിൽ. ഇയർ ബാക്ക് ആണെങ്കിൽ തന്നെ ഞാൻ വേറൊരു കോളേജിൽ പോകേണ്ടി വരും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞങ്ങൾക്ക്. അങ്ങനെ ഓട്ടോണമസ് കോളേജ് കേരളത്തിൽ തന്നെ കുറച്ചുണ്ട്. അവിടെ പഠിക്കുന്ന പിള്ളേരെ അവസ്ഥയിൽ തന്നെയാണ്. വേറെ വഴിയില്ല. ഇത് ഇയർ ബാക്ക് ആയാൽ തന്നെ ഭയങ്കര സിറ്റുവേഷൻ ആണ് പിള്ളേരെ ഭാവി. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റുണ്ടായി. ഒരു പെൺകൊച്ചി എനിക്ക് മെസ്സേജ് ഉണ്ടായി. ആ കുട്ടി എയറോനോട്ടിക്കലാണ് പഠിക്കണേ. അപ്പോൾ അവരെ കോളേജ് ഓട്ടോണമസ് ആണ്. പിന്നെ പുതിയതൊന്ന് 2024 സ്കീം ഓട്ടോണമസ് ആണ്. അവരെ കോളേജിൽ എയറോനോട്ടിക്കലാണ്. എയറോനോട്ടിക്കൽ എന്ന് പറയുന്നത് തന്നെ കേരളത്തിൽ എന്തോ 2-3 കോളേജിലോ ഉള്ളൂ എന്നാണ് ആ പെൺകുച്ച് പറഞ്ഞത്. അപ്പൊ ആ പെൺകുട്ടി ഇയർ ബാക്ക് ആണെങ്കിൽ എന്ത് ചെയ്യുന്ന ചോദിച്ചത്. അപ്പൊ അവരൊക്കെ അവസ്ഥക്ക് അറ്റ്ലീസ്റ്റ് അതെങ്കിലും ആലോചിച്ചിട്ട് ഒരു KT വന്നിട്ട് ഞങ്ങളെ ദയവായി അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ KT ഇയർ ബാക്ക് സിസ്റ്റം ഒഴിവാക്കണം. ലാസ്റ്റ് ബാച്ചാണ് 2023 ബാച്ച്, 2019 സ്കീമിന്റെ ലാസ്റ്റ് ബാച്ചാണ്. ദയവ് ചെയ്ത് ഞങ്ങൾക്ക് KT ഇയർ ബാക്ക് സിസ്റ്റം ഒഴിവാക്കി തരണമെന്ന് യൂണിവേഴ്സിറ്റിയോട് അപേക്ഷിക്കുകയാണ് ഞാൻ.